ശ്രീമതി ഉമാ തോമസ് 10 മിനിറ്റ്. സർ, രണ്ടാമതൊരിക്കൽ കൂടി പി.ടി. തോമസിനെ എന്ന പോലെ എന്നെ ചേർത്ത് പിടിച്ച് മിന്നുന്ന വിജയം നേടിത്തന്ന എൻ്റെ തൃക്കാക്കര ജനതയോട് ഹൃദയം നിറഞ്ഞ നന്ദി ചൊല്ലി ഞാൻ ആരംഭിക്കട്ടെ. ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തെയും നന്ദി രേഖപ്പെടുത്തി വിൻസെൻ്റ് MLA നടത്തിയ ഉപക്ഷേപത്തെയും ഞാൻ അനുകൂലിക്കുന്നു സർ. പുതിയുഗ കേരളം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളാണ് സർ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 1.25 മണിക്കൂർ സമയമെടുത്ത് സഭയിൽ അവതരിപ്പിച്ചത്. സാമ്പത്തിക വെല്ലുവിളികളെ സത്യസന്ധതയോടെ നേരിട്ട് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സ്വപ്ന പദ്ധതിയിലേക്കുള്ള ചുവടുവയ്പിലൂടെ വികസനം നടപ്പിലാക്കുന്ന പുതിയുഗ കേരളം സൃഷ്ടിക്കുകയാണ് സർ ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. സർ, തൃക്കാക്കര ബൈ ഇലക്ഷൻ കാലത്ത് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും എൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിൽ വന്ന് തമ്പടിച്ച് ഇലക്ഷൻ പ്രവർത്തനം നടത്തി നേരിട്ട് കണ്ടറിഞ്ഞ പ്രശ്നമാണ് സർ എൻ്റെ ജനതയുടെ കുടിവെള്ള പ്രശ്നം. സർ, 190 MLD-യുടെ ഒരു പുതിയ പ്ലാന്റ് നിർമ്മിച്ചാൽ മാത്രമേ 24x7 കുടിവെള്ള ലഭ്യത തൃക്കാക്കരയിലും സമീപ പ്രദേശങ്ങളായ എറണാകുളത്തും കൊച്ചിയിലും ആലുവയിലുമൊക്കെ ഉണ്ടാവൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അന്ന് LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കും എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു സാർ. ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ലല്ലോ സാർ. സാധാരണ ജനത്തിൻ്റെ അടിസ്ഥാന വികസനം നിങ്ങൾക്കെന്നും വിദൂരമായിരുന്നല്ലോ സാർ. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കി ഒരു ജനതയുടെ പ്രാഥമിക പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാരണമാണ് സാർ ഇവിടെ ഇരുന്ന നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കുന്നത്. സാർ, പിച്ച തുടങ്ങുമ്പോൾ തന്നെ ഈ ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടികൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ പോവുകയാണ് സാർ. കുടുംബ പ്രാരാബ്ദം തലയിലേറ്റുന്ന, വീട്ടുജോലിക്ക് പോകുന്ന, മത്സ്യവില്പനയ്ക്ക് പോകുന്ന ഒട്ടനവധി സ്ത്രീകൾക്ക് സമാശ്വാസം പകരുന്ന ഒന്നാണ് സാർ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇതിലൂടെ ചെറിയ തുക മിച്ചം വയ്ക്കാനും കുടുംബ ബജറ്റിൽ ഈ തുക വിനിയോഗിക്കാനും സ്ത്രീകൾക്കാവും സാർ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചത്, 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങിയ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അനവധി പദ്ധതികൾക്കാണ് സാർ ഇതിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാർ, കോളേജ് വിദ്യാർത്ഥിനികൾക്കായി അവരുടെ വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ വീതം എന്ന തീരുമാനം, സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനം. സർ, ഇതെല്ലാം ഈ സർക്കാർ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർ കാണിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം കൊണ്ട് താറുമാറായ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു ധവളപത്രത്തിലൂടെ നേർചിത്രം ജനങ്ങൾക്ക് വ്യക്തമാക്കിക്കൊണ്ടാവും ഈ സർക്കാർ പുനരുജ്ജീവന പ്രക്രിയ ആരംഭിക്കുക എന്നത് സത്യസന്ധതയുള്ള ഭരണകൂടത്തിൻ്റെ പര്യായമായി മാറും സർ. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് നല്ലതെന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സർ നയപ്രഖ്യാപനത്തിൻ്റെ തുടക്കം. ക്രമസമാധാനം ഉറപ്പാക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, മയക്കുമരുന്ന് വ്യാപനം തടയുക തുടങ്ങിയ പദ്ധതികളിലൂടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സർ ഈ ഭരണകൂടം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സർ, സംസ്ഥാനത്ത് ഒരു സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റാനുള്ള തീരുമാനം ഓരോ പഞ്ചായത്തിലും നിലവിലുള്ളതും സാധ്യതയുള്ളതുമായ വനിതാ കർഷകരെ കണ്ടെത്തി കേരളത്തിലെ കാർഷിക മേഖലയിലെ ഒരു സുപ്രധാന ശക്തിയായി വനിതാ കർഷകരാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകുമെന്നുള്ള തീരുമാനം, നിക്ഷേപങ്ങൾ കൃത്യസമയത്ത് തിരിച്ചു നൽകാൻ സഹകരണ സംഘങ്ങളെ പ്രാപ്തമാക്കുന്നതിനും നിക്ഷേപക പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും നിക്ഷേപ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള തീരുമാനം, 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താനുമുള്ള തീരുമാനം, ഇവയെല്ലാം സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് സാർ കാണിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ പഠനം നടത്തുന്നതിന് വേണ്ടി +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനും സംസ്ഥാനത്ത് ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്ന തീരുമാനവും
വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിന് ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെന്ററുകൾ സ്ഥാപിക്കുന്ന തീരുമാനവും യുവതലമുറയുടെ കരുത്തുള്ള സർക്കാരിൻ്റെ ആത്മാർത്ഥതയാണ് സാർ ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക സംരക്ഷണവും ദിശയിലല്ലാതെ ഒരുമിച്ച് മുന്നേറുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ക്ലീൻ എനർജി ഇനീഷ്യേറ്റീവ്, ഇലക്ട്രിക് മൊബിലിറ്റി, പാരിസ്ഥിതിക ഉത്തരവാദിത്വമുള്ള വ്യവസായ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്ന തീരുമാനം, അക്കാദമിക് പാഠ്യപദ്ധതിയിൽ പരിസ്ഥിതിക്കും കൂടുതൽ ഊന്നൽ നൽകുമെന്നുമുള്ള തീരുമാനം സർക്കാരിന് പരിസ്ഥിതി സംരക്ഷണത്തിനോടുള്ള താല്പര്യമാണ് സർ കാണിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ ഭീഷണിയിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ ഏകോപനത്തോട് സംസ്ഥാന വ്യാപക ലഹരി വിരുദ്ധ ദൗത്യം എന്നുള്ള തീരുമാനവും എടുത്തു പറയേണ്ടതാണ് സർ. കേരളത്തിൻ്റെ IT ഹബ്ബായ ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും അടങ്ങുന്ന എൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിൽ സർ ആരോഗ്യമേഖലയിൽ ഒരു പ്രാധാന്യവും നൽകാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. സർ, ഒരു താലൂക്ക് ആശുപത്രി വേണമെങ്കിൽ ഞാൻ ആലുവയിൽ പോകണം, ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ വേണമെങ്കിൽ ഞാൻ എറണാകുളത്തും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിനായിട്ട് ഞാൻ കളമശ്ശേരിയിലും പോകേണ്ട എൻ്റെ ജനത അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു സർ. കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സ്ഥാപനവും എൻ്റെ മണ്ഡലത്തിൽ, തൃക്കാക്കര മണ്ഡലത്തിൽ ഏറ്റവും അധികം ആളുകൾ തിങ്ങി വിങ്ങി പാർക്കുന്ന ആ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിന് സാധിച്ചില്ല സർ. 1,20,00,000 രൂപ MLA ഫണ്ട് നൽകി PT തോമസ് MLA ആയിരുന്നപ്പോൾ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ അപ്ഗ്രേഡ് ചെയ്തു തരുമെന്ന് ശൈലജ ടീച്ചർ ഉറപ്പു തന്നതിനെ തുടർന്ന് ഡയാലിസിസ് യൂണിറ്റിനായി MLA ഫണ്ട് മാറ്റിവെച്ചിട്ട് ഇപ്പോഴും അത് സാധ്യമാകാത്ത നിലയിലാണ് സർ. മാറി വന്ന മന്ത്രി ശ്രീമതി വീണ ജോർജ് അതുകൊണ്ട് സാമ്പത്തിക ബാധ്യതയുണ്ടാവും ഗവൺമെൻറ്റിന് എന്ന് പറഞ്ഞിട്ട് അത് തിരസ്കരിക്കുകയാണ് സർ ചെയ്തത്. കിടത്തി ചികിത്സിക്കാനുള്ള ഒരു ആശുപത്രിയും അവിടെ ഇല്ല എന്ന് മാത്രമല്ല, പബ്ലിക് ഹെൽത്ത് സെൻറ്റർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ടെക്നീഷ്യനെയും ഡോക്ടറെയും നിയമിക്കാനായിട്ട് അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിൻ്റെ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും അത് സാധിച്ചു തരാത്ത ഒരു ഗവൺമെൻറ്റാണ് സർ. കപ്പലുണ്ട്, കപ്പിത്താനുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുമെങ്കിലും ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കാൻ മേഡത്തിന് നേരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മുന്നിലുള്ള വെല്ലുവിളികളെ കേരള ജനതയുടെ ശക്തിയിലും ബുദ്ധിയിലും ഉൾക്കരുത്തിലും ആഴത്തിൽ വിശ്വസിച്ച് കൂട്ടായ പ്രയത്നത്തിലൂടെ അതിജീവിക്കാമെന്ന ബോധ്യം, ആത്മവിശ്വാസത്തോടെ വരും തലമുറയ്ക്ക് പിന്തുടർച്ചയാക്കാവുന്ന പുതിയുഗ കേരള സൃഷ്ടിക്കായി ഏക മനസ്സായി ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ സാധിക്കുമെന്ന ദൃഢനിശ്ചയമാണ് സാർ ഈ സർക്കാരിൻ്റെ കരുത്ത്. കേരള ജനതയുടെ സർവോന്മുഖമായ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഈ നയപ്രഖ്യാപനത്തെ ഒരിക്കൽ കൂടി അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സാർ.